ഇത് വായിച്ചിട്ട് ദീർഘാസ്യമുണ്ടോ ഇല്ലെന്ന് പറയാം. One, two, three, cross. क्या പറഞ്ഞത്? ഇതോ? Cross. Sise? Cross. Cross. കഴിച്ചിട്ട് ഇളം പോരാ, അതുകൊണ്ട് ഇങ്ങനെ പ്രിയപ്പെട്ട ചങ്ങാതിമാരെ, നമ്മുടെ ചങ്ങാതിക്കൂട്ടം നമ്മളെല്ലാവരും ഒരുമിച്ച് നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹിതൻ ശ്രീ ബേബി കാക്കശ്ശേരിയുടെ 80ാമത് ജന്മദിനം ഇന്ന് സമുചിതമായി ആഘോഷിക്കുവാൻ തീരുമാനിച്ചു. ഇന്ന് തന്നെ നമ്മൾ ആഘോഷിക്കുവാൻ തീരുമാനിച്ചതിൻ്റെ പ്രധാന കാരണം ഇന്ന് നമ്മുടെ ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്ന ദിവസമാണ്. ശ്രീ ബേബി കാക്കശ്ശേരിയുടെ എല്ലാ കവിതകളും പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിലുപരി ബേബി കാക്കശ്ശേരിയെ ഇവിടെ സ്വിറ്റ്സർലൻഡിലെ 6 മലയാളികളുടെ ഇടയിൽ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം എല്ലാ മലയാളികളുടെയും പ്രിയങ്കരനായ വ്യക്തിയാണ് ശ്രീ ബേബി കാക്കശ്ശേരി. അദ്ദേഹത്തിൻ്റെ 80ാം ജന്മദിനം ആഘോഷിക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ മുന്നിൽ പ്രവർത്തിച്ചത് യഥാർത്ഥത്തിൽ ശ്രീ ജേക്കബും ശ്രീ കുട്ടനുമാണ്. ഈ പരിപാടി ഇവിടെ അറേഞ്ച് ചെയ്യുവാനായിട്ട് എല്ലാ ഇടപാടുകളും ചെയ്തത്. അദ്ദേഹത്തിന് ഈ അവസരത്തിൽ ജന്മദിനത്തിൻ്റെ എല്ലാവിധ മംഗളങ്ങളും ഞാൻ ആശംസിക്കുന്നു. അദ്ദേഹത്തിന് ചങ്ങാതിക്കൂട്ടത്തിൻ്റെ പേരിൽ ഏർപ്പെടുത്തിയ അവാർഡ് കൊടുക്കുന്നതിന് വേണ്ടി ശ്രീ ജേക്കബിനെ ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബേബി കാക്കശ്ശേരി എനിക്ക് 40-45 വർഷമായിട്ടും ഈ സ്വിറ്റ്സർലൻഡിൽ വെച്ച് അറിയാവുന്നതാണ്. അന്ന് വന്ന കാലം തുടങ്ങി പുള്ളി എല്ലാ പരിപാടികളും അന്നത്തെ കാലത്ത് മൂക്കില്ല രാജ്യത്ത് മുറുമൂക്കിൽ രാജാക്കന്മാരായിരുന്നു. കാരണം ഇവിടെ യാതൊരു കലാപരിപാടികളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളൊക്കെ കൂടെ ഞാൻ നാടൻ പാട്ടുകാരൻ, കാക്ക, കവിത, കഥ അങ്ങനെയൊക്കെ ഒപ്പിച്ച് പിന്നെ ഓണത്തിനൊക്കെ അല്ലെങ്കിൽ താബ്ലോ അതെല്ലാം അന്ന് കാക്കശ്ശേരി ഉണ്ടാക്കുമായിരുന്നു. നല്ലൊരു കലാകാരൻ, അതിലുപരി നല്ലൊരു എഴുത്തുകാരൻ, നല്ലൊരു കവി, നല്ലൊരു ചിത്രകാരൻ, പിന്നെ ശില്പിയും കൂടെയാണ്. അന്നത്തെ കാലത്തിനും ഓണത്തിനും വേണ്ട എല്ലാ കിരീടങ്ങളെല്ലാം ഇദ്ദേഹം ഉണ്ടാക്കിയിരുന്നു. അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു 40-45 വർഷത്തോളൊരു സുഹൃത്ത് ബന്ധമുണ്ട്. അപാര രസികനാണ്. ചില പോയിന്റുകളുണ്ട് ഓർത്താൽ ഫലിതങ്ങളിൽ അത് കൊള്ളണ്ടോടത്ത് കൊള്ളും, പതിരിക്കത്ത് മനസ്സിലാവാറില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ തെറ്റിദ്ധരിക്കാറുണ്ട്. അങ്ങനെ കാക്കശ്ശേരി ബേബിക്ക് എല്ലാവിധ മംഗളാശംസകൾ എന്ന് പറയാം. ഈ 80ാമത്തെ വയസ്സിൽ ഇനി ഒരു 20 കൊല്ലം ഞങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ബേബി കാക്കശ്ശേരിയെ കുറിച്ചാണ് ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് മനുഷ്യരെ എങ്ങനെ പ്രകോപിപ്പിച്ച് പ്രചോദനം കൊടുക്കാമെന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രചോദനമാണ്. ഞാനോട് 1 കാലം മുഴുവനായിട്ട് സുഹൃത്താണ്. അദ്ദേഹത്തിന് എല്ലാവരും ജന്മഭൂമിത മകളത്തിൽ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ള ചങ്ങാതിമാരെ, സത്യത്തിൽ വളരെ അധികം സന്തോഷവും അതിലേറെ അസൂയം തോന്നുന്നൊരു സമയമാണിത്. കാരണം നമ്മുടെ പ്രിയപ്പെട്ട കാക്കശ്ശേരിക്ക് 80 വയസ്സ് പൂർത്തിയായി. അതും നമ്മളെ പോലെയല്ല, വളരെയധികം ബുദ്ധികൂർമ്മ ശക്തിയുള്ള ഒരു എഴുത്തുകാരനായ നമ്മുടെ കാക്കശ്ശേരിക്ക് ഈ പ്രായത്തിലും ഇതുപോലെ നല്ല രീതിയിൽ എഴുതാൻ പറ്റുന്നത് തന്നെ ഒരു വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. കാക്കശ്ശേരിയുടെ ഈ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ എനിക്ക് മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് ഈ തുടരും സിനിമയിലെ പ്രകാശ് വർമ്മയുടെ ഒരു ഡയലോഗാണ്. 66 വർഷമായടാ ജെയിംസേ.
ഞാൻ ഈ കവിത എഴുത്ത് തുടങ്ങിയിട്ട്. അതിനിടയിൽ പുറത്തറിഞ്ഞതും അറിയാത്തതുമായ ഒരുപാട് പേരുടെ കാല് ഞാൻ പിടിച്ചിട്ടുണ്ട് അവാർഡ് കിട്ടാനായിട്ട്. അതിലൊന്നും എനിക്ക് യാതൊരു റിഗ്രറ്റും ഇല്ലണം. ഒക്ടോബറിൽ 80 വയസ്സ് തികഞ്ഞ് എല്ലാ അവാർഡുകളും വാരിക്കൂട്ടി ഞാൻ ഇവിടെ തന്നെ കാണുവിടാ ജെയിംസേ, നീ ആരെയാടാ പേടിപ്പിക്കാൻ നോക്കുന്നത്? ഒരിക്കൽ കൂടി ആശംസ പറഞ്ഞുകൊണ്ട് ചങ്ങാതിക്കൂട്ടം കൂട്ടുകാരെ, 1990-ലാണ് ഞാൻ ബേബിയെ പരിചയപ്പെടുന്നത്. അന്ന് തൊട്ട് ഞാൻ ബേബിയെ കാണുക, ശ്രമിക്കുകയും കേൾക്കാറുണ്ട്. കേരളയുടെ പ്രസിഡന്റായിട്ടും ബേബി നടത്തിയ പ്രസംഗവും അദ്ദേഹത്തിൻ്റെ സർവ്വകല വല്ലഭനായ അദ്ദേഹത്തിൻ്റെ എല്ലാ കഴിവുകളും ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട്. കവിത വായിച്ചിട്ടുണ്ട്, വിമർശിച്ചിട്ടുണ്ട്. ബേബിയെ എന്നാലും വളരെ ഇഷ്ടമാണ് എനിക്ക്. അദ്ദേഹത്തിൻ്റെ എല്ലാ സ്വഭാവവും, അദ്ദേഹത്തിൻ്റെ വികൃതിയും പരിപ്പവും ക്രിമികടിയും എല്ലാം എനിക്കിഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ 80ാം ജന്മദിനത്തിന് ഞാൻ എല്ലാവിധ ആശംസകളും നേരുന്നു. അടുത്ത 10 വർഷമോ 20 വർഷമോ ദൈവം നമുക്ക് കൂടെ എല്ലാവർക്കും ഒരുമിച്ച് ചെയ്തിരുന്നു ഒരു ജന്മദിനം കൂടാനുള്ള 1, 2, 3 അനുഗ്രഹം നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ബേബി ഉമ്മ കൊടുത്തില്ല. ബേബിച്ചേട്ടനെ കുറിച്ച് നാട്ടിലെല്ലാവർക്കും പറയുന്ന പോലെ തന്നെ എനിക്കും വളരെ നല്ല അഭിപ്രായമാണ്. ഞാൻ ആദ്യമായിട്ട് പുള്ളിയെ കാണുന്നത് തന്നെ പുള്ളിയുടെ ഒരു കോമഡി കണ്ടുള്ളൂ. ആ കോമഡി ഇന്നും എനിക്ക് പുറത്തു പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഈ അടുത്ത വർഷങ്ങളുടെ ഇടയിൽ പലവട്ടം ഞാൻ പലരോടും പറയുന്നുണ്ട്, ഈ മനുഷ്യനെ സമ്മതിക്കണമെന്ന്. പുള്ളിയുടെ നർമ്മബോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. എല്ലാ കാര്യത്തിലും പുള്ളി കൊളുത്തി പറയുന്ന കാര്യങ്ങൾ അത് മനസ്സിലാക്കുന്നവർക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. മാത്രമല്ല ഈ പ്രായത്തിലും ഇത്തരം കോമഡികൾ സ്വന്തമായിട്ട് എൻജോയ് ചെയ്യാന്നുള്ളത് തന്നെ വലിയൊരു കഴിവായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പൊ എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു ചങ്ങാതിക്കൂട്ടത്തിനും എല്ലാവർക്കും. കാശിയുടെ ഫാമിലിയും പരാണി ഫാമിലിയായിട്ട് ഞങ്ങൾ 45ഓളം പഴക്കമുള്ള സമയമാണ്. ആദ്യം കാണുന്നത് ആലായിരിക്കുംബർഗ് അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ജോലി ചെയ്തിട്ടുള്ളതല്ലേ. പിന്നീടാണ് മറ്റേ ചില്ലൂർബാനിൽ ജോലി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ പണ്ട് എന്താ പറയുക, സ്വിസ്സിലെ നീഡർബർഗ് പറഞ്ഞ സ്ഥലത്താണ് ജോലി ചെയ്തത്. അവിടെയാണ് ഞാൻ താമസിച്ചത്. അപ്പോൾ അവിടെയും വരാറുണ്ട്. അന്ന് പോലുള്ള പരിചയമാണ്. പിന്നെ ലക്ഷ്മിയുടെ ആള് എഡിറ്റോറിയൽ ബോർഡിലെ ചെയർമാനാണ് സ്വിസ്. ഞാൻ അതിൻ്റെ വെറുതെ ഇൻഫർമേഷൻ്റെ ആളാണ്. അപ്പോൾ ആൾക്കാരൊക്കെ ഇൻഫർമേഷനിൽ വരിക്കാരാവാനായിട്ട് ചേർക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ചെടുത്ത് ഇങ്ങനെ ഓരോ അസോസിയേഷൻ മീറ്റിങ്ങിൽ ചെല്ലുമ്പോൾ ആൾക്കാരോടൊക്കെ ചോദിക്കുമ്പോൾ ലക്ഷ്മി എടുക്കുക 25 ഫ്രാങ്ക് കൊടുക്കാനുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് പോലെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ചിലർക്ക് ഞങ്ങൾ തെറി പറയും, എന്തിനാന്ന് അവർക്ക് ചോദിച്ചിട്ടുണ്ടല്ലോ. പക്ഷേ എന്നാലും ഞങ്ങളത് കുറച്ച് അനുഭവിച്ചിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങൾ. എന്താ പറയുക, പിന്നെ ഈ അവസരത്തിൽ ഞാൻ ഒരു കവിതാ സംഹാരം കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതായത് ഞാൻ നാട്ടിലുള്ളപ്പോൾ ഡോക്ടർ രാജശേഖരൻ വൈക്കം എന്ന് പറഞ്ഞ ഒരാളെ ഒരു മോഹിനി വിജി എന്ന് പറഞ്ഞ പുസ്തകത്തെ പറ്റി അപ്പോൾ അത് ആൾക്ക് താല്പര്യം വിചാരിക്കുന്നതൊക്കെ കൊടുക്കുന്നു. എനിക്ക് പിന്നെ അത് പിന്നെ ഇപ്പോഴത്തെ സ്റ്റൈലൊക്കെ ഈ പറഞ്ഞ കവിതയിലുള്ള ഇപ്പോഴത്തെ സ്റ്റൈല് കേരളത്തിൽ പ്രചരിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെയാണ്. സ്റ്റൈൽ അതിൻ്റെ ഉള്ളടക്കൊക്കെ എന്നാലുണ്ട് പുതിയ തരത്തിലുള്ള അപ്പൊ അത് ഞാൻ ബേബി കാശിക്ക് ബേബി ചേട്ടനെ ഞാൻ ആദ്യമായിട്ട് കേൾക്കണത് വീനിൽ വെച്ചിട്ടാണ്. 91-92 കാലഘട്ടത്തിൽ കട്ടിൽ ചോർച്ചേട്ടനും എവിങ്ങോരും അടിയിലും മുകളിലായിട്ടാണ് താമസിച്ചത്. അപ്പോ അങ്ങോട്ട് കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അന്ന് മുതൽ ബേബി ചേട്ടനെ കുറിച്ച് അറിയുന്നത്. അത് കഴിഞ്ഞ് സ്വിറ്റ്സർലൻഡിൽ വന്നപ്പോഴാണ് ബേബി ചേട്ടൻ അടുത്ത് പരിചയപ്പെടാൻ പറ്റിയത്. ആൾക്ക് ഞാനൊരു നല്ലൊരു വഞ്ചി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അത് വീട്ടിൽ ഇപ്പോഴും ഇല്ലാന്ന് ഇപ്പോഴും കളിക്കുന്നത് തോന്നുന്നുണ്ടല്ലേ? വഞ്ചി എവിടെയുണ്ട്? വെള്ളമില്ല. ഓക്കെ. അപ്പോൾ വെള്ളമില്ലാത്തത് കൊണ്ട് അങ്ങ് ഒരു വഞ്ചി ഇരിക്കുക. അപ്പോൾ എല്ലാവിധ ആശംസകളും
കേസ് ഞങ്ങളുടെ ഏറ്റവും സീനിയറായ രവിചേട്ടന് 80ാം പിറന്നാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ ചെങ്ങാതിക്കൂട്ടത്തിന്റെ സന്തോഷവും ആരോഗ്യവും സ്നേഹവും ഞങ്ങൾ ആശംസിക്കുന്നു. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം നിങ്ങൾ തമ്മിലുള്ള ബന്ധം പോലെയല്ല. ആസാൻ ശിഷ്യൻ. ഇതിനകത്ത് ആരാണ് ആസാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും വിചാരിക്കും മൂത്തത് കൊണ്ട് ഇദ്ദേഹമായിരിക്കും. പക്ഷെ ഞാനാണ് ആസാൻ. ഈ സോഷ്യൽ മീഡിയയിൽ നിലത്തെഴുത്ത് കുത്ത് പഠിപ്പിച്ചത് ഞാനാണ്. ഈ കുത്ത് നിങ്ങൾക്ക് പലർക്കും കിട്ടിയിട്ടുണ്ടാവും. നിങ്ങളോട് സദയം ക്ഷണിക്കുന്നു. അത് ഒന്നൊന്നര കുത്തായി. എന്തൊക്കെ പഠിപ്പിക്കാൻ പാടില്ല അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഇദ്ദേഹത്തിൽ നിന്നാണ് ഞാൻ പഠിച്ചത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ കുത്തുന്ന പരിപാടി, ഇകഴ്ത്തി കാണിക്കുന്ന പരിപാടി, ഇതൊന്നും ചെയ്തുകൂടാ എന്ന് പഠിച്ചത് ഞാൻ ഇദ്ദേഹത്തിൽ നിന്നാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇദ്ദേഹത്തെ ആസാൻ എന്ന് വിളിക്കുന്നത്. പിന്നെ ഇദ്ദേഹത്തിന് ഉള്ള നല്ല ഗുണങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൗമ്യമായിട്ട് എന്ത് ആര് പറഞ്ഞാലും ഒരു വിഷമമില്ലാതെ അദ്ദേഹം അത് ഉൾക്കൊള്ളും. എഴുത്തും പ്രസ്താവനയും കാര്യങ്ങളും ഒന്നും തമ്മിൽ യാതൊരു ബന്ധമില്ലെങ്കിലും പോക്കറ്റിൽ മാപ്പ് ഏത് സമയത്ത് ആരോട് എപ്പോൾ വേണമെങ്കിലും അതെടുത്ത് പുള്ളി പ്രയോഗിക്കും. എന്തൊക്കെ ആയാലും ടോമാഞ്ചേരി ഫീലാണ്. എവിടെ വീട് കിടന്നാലും ഞാൻ ഇദ്ദേഹത്തെ വന്ന് രക്ഷിക്കാറുണ്ട്. എല്ലാവിധ ആയുസോടുകൂടി ഇദ്ദേഹം ഇനിയും പല്ലാണ്ട് കാലം ജീവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പക്ഷെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അവാർഡൊന്നുമല്ല ഞാൻ കൊടുക്കുന്നത്. ഞാനൊരു തൊപ്പിയാണ് കൊടുക്കുന്നത്. അദ്ദേഹം വളരെ ആഗ്രഹിച്ച ചോയ്സിന്റെ എൻ്റെ അതേ തൊപ്പി ഇദ്ദേഹത്തിന് ഞാൻ കൊടുക്കുകയാണ്. ഇത് ഇനിയും ഒത്തിരി വലിയ അവാർഡുകൾ വന്ന് ഈ തൊപ്പിയിൽ തൂക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. 100 ഫ്രാങ്കിന്റെ തൊപ്പിയുണ്ട. ഗുരുഭക്തി വാരാന കാലി. ചങ്ങാതിക്കോട്ടം നൽകിയ ഈ സ്നേഹ സ്വീകരണങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ ബേബി കാക്കശ്ശേരി സംസാരിക്കുന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇത് എല്ലാവർക്കും ഉള്ളതുപോലെ എനിക്ക് 2 ബർത്ത്ഡേകളുണ്ട്. ഒന്ന് പള്ളിയിൽ മാമോദീസ ചുമക്കുമ്പോൾ, മറ്റൊന്ന് പള്ളിക്കൂടത്തിൽ ചേർക്കും. അങ്ങനെ ആകെ ഒരു കൺഫ്യൂഷനിലാണ് ഞാൻ. പക്ഷേ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ 80 വർഷം എന്നുള്ളത് പെട്ടെന്നുണ്ടായ ഒരു സംഭവമല്ല. ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, അതിലെത്തി നിൽക്കുകയാണ് ഞാൻ. ആധുനിക വൈദ്യശാസ്ത്രം, ആരോഗ്യശാസ്ത്രം പറയുന്നത് 60 തൊട്ട് യൗവനം ആരംഭിക്കുമെന്നാണ്. എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്. കാരണം എനിക്ക് അങ്ങനെയുള്ള പല ചിന്തകളും വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആരും ഭയപ്പെടേണ്ട. 80 ആയാലും കുഴപ്പമൊന്നുമില്ല. യൗവനാരംഭമാണ്. വേറെ എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾ തന്ന സ്വീകരണത്തിന് ഭയങ്കര നന്ദി. എൻ്റെ വയസ്സ് എല്ലാവരും അറിഞ്ഞല്ലോ എന്നുള്ളൊരു സങ്കടം മാത്രമേ എനിക്കുള്ളൂ. ഓക്കെ, നന്ദി, നമസ്കാരം. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ശ്രീ ബേബി കാക്കശ്ശേരിയുടെ 80ാം ജന്മദിനം ഇന്ന് ചങ്ങാതിക്കൂട്ടം അതിവിപുലമായി ഇവിടെ ആഘോഷിക്കുകയാണ്. ഇതിന് കേക്ക് മുറിക്കുന്നതിന് വേണ്ടി ശ്രീ ബേബി കാക്കശ്ശേരിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എന്തായാലും നിങ്ങളെല്ലാവരും കൂടിയിട്ട് എനിക്ക് വേണ്ടി തന്ന ഈ സ്വീകരണത്തിന്, ആഘോഷത്തിന്, പക്ഷേ എല്ലാവരും എൻ്റെ വയസ്സറിഞ്ഞു. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ ഇന്ന് ആദ്യമായിട്ട് ഇയാൾ വയസ്സറിയിച്ചു. അതുകൊണ്ട് വിഷമമുണ്ട്. പക്ഷെ എന്തായാലും നമുക്കൊന്നും മറച്ചു വയ്ക്കാൻ പറ്റില്ല. കാലം ഇതൊക്കെ ആൾക്കാർ നമ്പറാണെന്ന് പറഞ്ഞാലും, 80 ഒരു നമ്പറാണെന്ന് പറഞ്ഞാലും അതിൻ്റേതായ കായിക ശേഷിയുടെ കുറവ്, ബലക്ഷയമൊക്കെ എനിക്ക്. അപ്പോൾ ഏതായാലും നിങ്ങളുടെ ആശീർവാദം, അനുഗ്രഹത്തോടു കൂടിയിട്ട് ഞാൻ എൻ്റെ 80ാം വാർഷിക അഡ്വാൻസാണ്. എന്നാലും Happy birthday to you. Happy birthday to you. Happy birthday to you. അങ്ങോട്ട് തരണം. രണ്ടു
ചങ്ങാതിക്കൂട്ടത്തിൻ്റെ വക നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ഒത്തുചേർന്ന് ഒരു എളിയ സമ്മാനം ശ്രീ ബേബി കാക്കശ്ശേരിക്ക് സമ്മാനിക്കുന്നു. അതിനുവേണ്ടി ശ്രീ ജോൺ കുറിഞ്ഞിരപ്പള്ളിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അതും ദീർഘായുസിന് വേണ്ടിയുള്ള സമ്മാനമാണ് സാർ. ഇനി ഞാൻ നിങ്ങളെ ഇത് ഞാൻ ചാവുന്നവരെ ഞാൻ സൂക്ഷിക്കാൻ തുറക്കില്ല. പ്രിയ സ്നേഹിതരെ, നമ്മളെല്ലാവരും കേരളത്തിൽ നിന്നെത്തിയ മലയാളികളാണല്ലോ. കേരളത്തിലെ പ്രമുഖ സംഘടനയായ സംസ്കാരവേദി എന്നൊരു സംഘടനയുടെ ആഭിമുഖ്യത്തിൽ നർമ്മവേദി എന്നൊരു പുസ്തകം പ്രകാശനം ചെയ്യുകയാണ്. ഈ പുസ്തകത്തിൽ ഏതാണ്ട് 101 കഥകൾ, നർമ്മകഥകൾ 101 പേരെ എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി സംസാരിക്കുന്നതിന് വേണ്ടി ശ്രീ ജോജോ വിച്ചാട്ടിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സ്വിറ്റ്സർലൻഡിലെ ചങ്ങാതിക്കൂട്ടത്തിൻ്റെ എല്ലാമായ നമുക്കെല്ലാം പ്രിയപ്പെട്ട നമ്മുടെ ജെയിംസ് തെക്കേമുറി കോർഡിനേറ്റ് ചെയ്ത് സംസ്കാരവേദിയിലെ 101 പ്രഗത്ഭരായ ആൾക്കാർ എഴുതിയ നർമ്മവേദി എന്ന പുസ്തകം പ്രകാശനം ചെയ്യുന്നതിനായി സ്വിറ്റ്സർലൻഡിലെ പ്രമുഖ കവിയും എഴുത്തുകാരനുമായ ശ്രീ ബേബി കാക്കശ്ശേരിയെ സ്നേഹപുരസ്സരം ക്ഷണിക്കുന്നു. ആദ്യ കോപ്പി ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ ജോൺ കുറിഞ്ഞിരപ്പള്ളിയെ സ്നേഹപുരസ്സരം ക്ഷണിക്കുന്നു. ഇത് വായിച്ചിട്ട് ദീർഘാസ്യമുണ്ടോ ഇല്ലെന്ന് പറയാം. ശ്രീ ജെയിംസ് തെക്കേമുറി കോർഡിനേറ്റ് എഴുതിയ ഈ പുസ്തകം നർമ്മവേദി എനിക്ക് തന്നതിൽ വളരെ സന്തോഷമുണ്ട്. ജെയിംസിനും ഇതിൻ്റെ മറ്റു ഭാരവാഹികൾക്കും അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുന്നു. താങ്ക് യു.